സ്നേഹമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഈ ബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശ
വംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സൈന്യമെന്റെ വാഞ്ഞാൽ വൈരികൾ പിന്തുടർന്നാൽ നിയതമങ്ങേ വസതിയിൽ കഴിയുവാനെന്താകം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ മോഹം. കണ്ണിരങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, ആയിരങ്ങേ കനിവിടും കഥകൾ കേട്ടുകൊണ്ടിരിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാട്ടിടുവിൻ, വാട്ടിടുവിൻ. സർവേശ
സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യരകനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. സഹോദരൻ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. അനുഗ്രഹിക്കട്ടെ. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം നൽകരുത്, നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത്, അവന്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിന്റെയും കനത്ത അന്ധകാരത്തിന്റെയും മധ്യേ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുളി ചെയ്തു. അവിടുന്ന് ഇതിൽ കൂടുതൽ ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് 2 കൽപ്പലകളിൽ ഇവയെല്ലാം എഴുതി എന്നെ ഏൽപ്പിച്ചു. പർവ്വതം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിന്റെ മധ്യത്തിൽ നിന്ന് സ്വരം കേട്ട് നിങ്ങൾ എല്ലാ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും എൻ്റെ അടുക്കൽ വന്നു. നിങ്ങൾ പറഞ്ഞു, ഇതാ ദൈവമായ കർത്താവ് തന്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവൻ ജീവനോട് കൂടെ തന്നെ ഇരിക്കുന്നത് ഇന്ന് ഞങ്ങൾ കണ്ടു. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, പൗലോസ് ലിയ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം. അനുഗ്രഹിക്കട്ടെ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്ന അറിവില്ലാത്തവരാണ് അവർ. ഞങ്ങൾ അളവറ്റ ആത്മപ്രശംസ ചെയ്യില്ല. മറിച്ച് ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്ന വിധം ഞങ്ങൾ നിൽക്കും. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയില്ല. മിശിഹായുടെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലങ്ങളിൽ അളവറ്റ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലവും പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യരുടെ പരിധിയിൽ ചെയ്തവയെപ്പറ്റി ആത്മപ്രശംസ നടത്താതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ നിങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ സ്വയം പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Hallelujah.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും ഈശോയ്ക്ക് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ അശുദ്ധമായ കരങ്ങളോടെ, അതായത് ക്ഷാളനം നടത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഫരിസേയരും യഹൂദരുമെല്ലാം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും സ്വയം ശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കാറില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് നടക്കാതെ അശുദ്ധമായ കൈകൊണ്ട് അപ്പം ഭക്ഷിക്കുന്നത് എന്ത്? അവൻ അവരോട് പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് അർപ്പിതം എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾ കൈമാറുന്ന നിങ്ങളുടെ പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ ശൂന്യമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ മോശയിലൂടെ ലഭിക്കപ്പെട്ട 10 കൽപ്പനകൾ, അവ പാലിച്ചാൽ എങ്ങനെ അഭിവൃദ്ധി കൈവരും, സമൂഹത്തിൽ എങ്ങനെ നന്മയുണ്ടാകും എന്നൊക്കെ പറഞ്ഞു വെക്കാൻ, കുടുംബത്തിൽ എങ്ങനെ നന്മയുണ്ടാകും എന്നൊക്കെ പറഞ്ഞു വെക്കാനാണ് ശ്രമിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ഈശോയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വീട്ടിൽ ഭക്ഷണ വിരുദ്ധനിരുന്നപ്പോൾ കൈ കഴുകാതെ അവൻ്റെ ശിഷ്യന്മാര് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഫരിസേയരും നിയമജ്ഞരും ഒക്കെ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു? ഇത് യഹൂദ പാരമ്പര്യമനുസരിച്ച് നിഷിദ്ധമാണല്ലോ എന്നുള്ളതാണ് അവരുടെ സൂചന. ഏതൊരു സമൂഹത്തിലായിരുന്നാലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കി നടക്കുകയാണെങ്കിൽ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വളരെ വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണം, ഒരു 3 കോഴ്സൊക്കെ ഡിന്നർ കഴിച്ചിട്ട് പുറത്തിറങ്ങി പോകുമ്പോൾ ഒരുത്തൻ മറ്റൊരുവനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു? 3 കോഴ്സ് ഡിന്നർ, ആദ്യത്തെ ഒരു സെറ്റ് ലാവിഷായിട്ട് കഴിച്ചു, രണ്ടാമത് ചോറും മറ്റു കുറേ കറികളൊക്കെ കൂട്ടി അതിലും മനോഹരമായിട്ട് കഴിച്ചു, പിന്നെ ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഒക്കെ കൂടെ മൂന്നാമത്തെയും കഴിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൽ കാബേജിൽ ഉപ്പ് പോരായിരുന്നു, എന്തൊരു മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ അതിനെക്കുറിച്ച് എന്ത് പറയും? ബാക്കി ഒരു 50 കറികളുണ്ട് നന്നായിട്ട്, അതിലൊരു കറി കാബേജിന് ഇച്ചിരി ഉപ്പ് കൂടിയിട്ടുണ്ട്, എന്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് നമ്മൾ എന്താ പറയാ? അങ്ങനത്തെ മനോഭാവമുള്ളവർ അന്നുണ്ട് ഇന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവിനോട് നോക്കിക്കേ, കർത്താവ് ചെയ്തു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിക്കേ എങ്ങനെയായിരുന്നു. എല്ലാവർക്കും നല്ല വഴികൾ മാത്രം പഠിപ്പിച്ച് ആരൊക്കെ രോഗികളായിട്ട് തൻ്റെ മുന്നിൽ വന്നോ അവരൊക്കെയും സുഖപ്പെടുത്തിക്കൊണ്ട്, എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട്, നന്മയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കടന്നുപോയ ഒരാളുടെ അടുത്ത് പിന്നെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രം ശ്രമിക്കുന്ന ഫരിസേയരും നിയമജ്ഞരും. അതുകൊണ്ടാണ് അതും അവൻ്റെ അല്ല, അവൻ്റെ ശിഷ്യന്മാരെന്തുകൊണ്ട് കൈ കഴുകിയില്ല എന്ന് ചോദിക്കുകയാണ്. നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ നേരിടാം. മുമ്പ് ഒരിക്കൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കൂടുക, എല്ലാ ദിവസവും എന്തെങ്കിലും കാരണം വേണം ഭർത്താവിന് ഭാര്യയെ വഴക്ക് പറയാനായിട്ട്. രാവിലെ നമ്മൾ മുട്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ദിവസം വന്നപ്പോൾ അത് പുഴുങ്ങി കൊടുത്തു. അന്ന് ഭാര്യയ്ക്ക് ചീത്തയാണ്,
നീ എന്ത് കാണിച്ചാണ് ഈ വെച്ചിരിക്കുന്നത്? നിന്നോട് ആരും പറഞ്ഞ് പുഴുങ്ങിക്കൊണ്ടുവരാനായിട്ട്? നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ബുൾസൈ ആക്കി കൊണ്ടുവരണമെന്ന്? നിന്നോട് എത്ര പ്രാവശ്യം പറയണം? പിന്നത്തെ ദിവസം ബുൾസൈ ആക്കി കൊണ്ടുകൊടുത്തു. അപ്പോൾ ഭർത്താവ് അതിന് ചീത്ത തന്നെയാണ്. നിന്നോട് ആര് പറഞ്ഞു അങ്ങനെ ചെയ്യാനായിട്ട്? അത് ഞാൻ ഇന്നലെ ബുധനാഴ്ച അങ്ങനെ വേണമെന്നല്ലേ പറഞ്ഞു, വ്യാഴാഴ്ച അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നെന്താ ബുൾസൈ ആക്കി തന്നെ പുഴുങ്ങി എന്നെ കൊണ്ടുവരണ്ടേ? പിറ്റേ ദിവസം ഭാര്യ ഒരെണ്ണം പുഴുകിയും ഒരെണ്ണം ബുൾസൈ ആക്കിയും കൊടുത്തു. ഭർത്താവ് രണ്ടും മാറി മാറി നോക്കിയിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് ബോധമുണ്ട്? പുഴുങ്ങണ്ട മുട്ടയെടുത്ത് ബുൾസൈ ആക്കി, ബുൾസൈ ആക്കണ മുട്ടയെടുത്ത് പുഴുങ്ങി വെച്ചു. കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവന് എപ്പോഴും അതിലേ നേരം ഉണ്ടാവുള്ളൂ. എങ്ങനെയും കുറ്റം കണ്ടെത്താൻ പറ്റും, ഏതിലും കുറ്റം കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ്. കർത്താവ് എപ്പോഴും മിടുക്കനാണ്. നിങ്ങൾ സുവിശേഷം ശരിക്കും വായിച്ചാൽ അറിയാം, കർത്താവ് ഭയങ്കര കണ്ണിങ്ങാണ്. ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയില്ല, മറിച്ച് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു വെക്കുക. നിങ്ങൾ ഇതൊക്കെ പറയുന്ന പാരമ്പര്യമൊക്കെ പറയുന്നത് എനിക്കറിയാം, നിയമം അറിയുന്നതും നിയമത്തിന്റെ വിവർത്തനങ്ങളൊക്കെ പറയുന്നതൊക്കെ ശരി തന്നെ, അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ എന്തേ നേരെ ചൊവ്വ ചെയ്യാതെ അതിന് പകരം അർപ്പിതം ഖുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് അപ്പനും അമ്മയ്ക്കൊന്നും നേരെ ഒന്നും ചെയ്യുന്നില്ല, പകരം ഞാൻ 100 രൂപ കൊണ്ടുപോയി ഭണ്ഡാരത്തിൽ നേർച്ചിട്ടോളാം, അപ്പൻ്റെ അമ്മയുടെ കാര്യം തീരുമാനമായി, കർത്താവ് നോക്കിക്കോളുന്നു, ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പനും അമ്മേനെ നേരെ ചൊവ്വ നോക്കണ്ട, പകരം $100 അങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയി നേർച്ചിട്ടാൽ മതി, കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷപ്പെടുത്തുന്ന പ്രതിവിധികളല്ല ഇത്രയും കാലമൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നതിന് കർത്താവ് തിരിച്ചു ചോദിക്കുക. ഇതിന് മറുപടി ഒന്നും കർത്താവ് പറയുന്നില്ല. ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്നും കർത്താവ് പറയുന്നില്ല. അത് സുവിശേഷത്തിൽ പലയിടത്ത് നോക്കിയാലും കർത്താവ് ഇങ്ങനെ ഒരു മിടുക്ക് കാണിക്കുന്നതാണ്. ചോദിക്കുന്നതിനും അറിയാതെ വേറെ എന്തെങ്കിലും പറയും കർത്താവ്. ഇവിടെ അത് തന്നെയാണ് ചെയ്തത്. പുള്ളിക്കാരൻ വേറൊരു കാര്യം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ നാണാവില്ല ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടെന്ന് ചോദിച്ചു. തിരിച്ച് അവർക്ക് പിന്നെ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്ന കാര്യം, കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം ശ്രമിച്ച് നടക്കുകയാണെങ്കിൽ അത് പറ്റും. പക്ഷെ അങ്ങനെയുള്ളവരാകരുതെന്ന് കർത്താവ് പറയുന്നത്. ആത്മീയത എന്ന് പറയുന്നത് അത് നന്മയും സ്നേഹവും കനിവും ഒക്കെയാണ്. ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ ആത്മീയതയില്ല. മറ്റെന്തെന്ത് പ്രാർത്ഥന ചൊല്ലി എന്ന് പറഞ്ഞാലും ആത്മീയതയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കുർബാനയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അച്ഛൻ പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ പ്രാർത്ഥന എന്തിനാണെന്ന് വീട്ടിൽ മക്കളെ ചോദിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല, വേണേ തൊട്ട് കാണിക്കാം. എന്നാലും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന കർമ്മമോ ഒരു ഹോബിയോ ഒന്നുമല്ല. അത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട നന്മയുടെ, കനിവിന്റെ, സ്നേഹത്തിന്റെ പേരാണ് ആത്മീയത. അതല്ലാതെ ഒരു മണിക്കൂറിൽ വന്ന് പള്ളിയിൽ വന്നാൽ കിട്ടുന്ന ഒരു സാധനമല്ല, അത് ഉണ്ടാകുന്ന ഒരു സാധനമല്ല, ഒരു തെറ്റിദ്ധാരണകളാണത്. അത് നമ്മൾക്ക് എല്ലാ ദിവസവും 1 മണിക്കൂർ ഹോബിയൊന്നും അല്ല, അത് ഒരു അനുഷ്ഠാന കർമ്മമല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട നന്മയുടെ, കനിവിന്റെ, സ്നേഹത്തിന്റെ പേരാണ് ആത്മീയത. ഈ കുറ്റപ്പെടുത്തലുകൾക്കൊന്നും അവിടെ പ്രസക്തി പോലും ഇല്ല. അത് ഒന്നൊന്നുമില്ല ഇവിടെ. അതിൻ്റെ ഒരു കാര്യങ്ങൾ പോലും അല്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ പള്ളിയിൽ വന്നിട്ട് കാര്യമില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം ഇത്. രണ്ടാമത്തത് ഏശയ്യായുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് കർത്താവ് അതിനെ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവ് നിനക്ക് പ്രതിഫലം തരും. നിങ്ങൾ അധരങ്ങൾ കൊണ്ട്, കാപഢ്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥന അനുഷ്ഠാനങ്ങളൊക്കെ എല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത്തരം കാപഢ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എത്ര നാൾ ജീവിക്കാനാവും? മറ്റുള്ളവരുടെ മുമ്പിൽ ഇതൊക്കെ കാണിക്കാൻ പറ്റും. മറിച്ച് ഹൃദയത്തിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഹൃദയങ്ങൾ പരിശോധിക്കുന്നത് കർത്താവാണ്. അപ്പോൾ മറ്റു തരത്തിലുള്ള ഈ അധര വ്യായാമങ്ങൾ കൊണ്ടൊക്കെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് നമ്മൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചത് കൊണ്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. മറിച്ച് എന്താണ്, നിന്റെ ഹൃദയത്തിൽ ഈ നന്മയ്ക്ക് ഇടമുണ്ടോ? ഹൃദയത്തിൽ നിനക്കൊരു അലിവിനിടമുണ്ടോ? ഒരുത്തൻ വീണു പോകുന്നത് കാണുമ്പോൾ വീണ്ടും ചവിട്ടാൻ നോക്കണോ അതോ കൈപ്പിടിച്ചുയർത്താൻ നോക്കണോ? ഒരുത്തന്റെ കണ്ണീര് കാണുമ്പോൾ അതൊന്ന് തുടയ്ക്കാൻ നോക്കണോ അതോ വീണ്ടും മാറി നിന്ന് കുറ്റം പെടുത്താൻ നോക്കണോ? ഇതിലേതാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ്. അതനുസരിച്ചാണ് എൻ്റെ ആത്മീയത. അല്ലാതെ ഞാൻ പള്ളിയിൽ എത്ര 1 മണിക്കൂർ വന്നിരുന്നോ എന്നുള്ളത് നോക്കിയിട്ടല്ല. ആ ഒരു നന്മയിലേക്ക് എന്നെ പാകപ്പെടുത്തുന്ന ദൈവത്തിന്റെ വഴികളാണ് പ്രാർത്ഥന എന്ന് നമ്മൾ തിരിച്ചറിയണം.
ആ ഒരു നന്മയിലേക്ക്, കനിവിലേക്ക്, സ്നേഹത്തിലേക്ക് എന്നെ പാകപ്പെടുത്തുന്ന നന്മയുടെ വഴികളാണിത്, ലക്ഷ്യങ്ങളല്ല, വഴികളാണ് ഈ പ്രാർത്ഥന എന്ന് നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ എന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളെ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കാനുള്ള അനുഗ്രഹം ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും മേലധ്യക്ഷനുമായ ജോർജ് മെത്രാപ്പോലിത്തായ്ക്കും രൂപതാധ്യക്ഷനായ ബോസ്കോ മെത്രാനും അവരുടെ സഹ ശുശ്രൂഷകർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നുദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും
അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാളവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്കമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രകീസന്മാരും മന്ത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം വേർവിട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷ്ണു നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയെ അവിടുന്ന് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും മനതാകുന്ന വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവേൻ. വൈവിധ്യജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമാകും കൂടാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവിഹാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവിഹാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായം
എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അവരുടെ സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി വൃദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Ah
പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ ബോസ്കോ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും സത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടെ
അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സമ്പൂർണമാകട്ടെ. എപ്പോഴും സഹോദരേ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ശരീരം എത്തിച്ചേരും കാരണമാകട്ടെ. വിസ്മയത്തിൽ മുഴുകിലോകരന്ന്
ഇവയിൽ പങ്കുള്ളുവാൻ യോഗ്യരാപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തെയും പൗത്രീകരിക്കുന്ന എന്റെ മൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായി ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ജീവൻ നൽകും ദൈവികമാ പരിപാവന നീ ബലി വഴിയാ നാദനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയാണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞാൻ വരുന്നില്ലയോ നിറഞ്ഞു